തട്ടിപ്പ് കേസിൽ സ്റ്റേജ് ആർട്ടിസ്റ്റ് നടനുമായ കലാഭവൻ സോബി ജോർജ് അറസ്റ്റിൽ. ഊന്നുകൽ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ ശേഷം മുങ്ങുകയായിരുന്നു. വിവിധ സ്റ്റേഷനുകളിലായി 150ഓളം കേസുകൾ സോബി ജോർജിനെതിരെ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം തനിക്കെതിരെയുള്ളത് കെട്ടിച്ചമച്ച കേസുകളാണെന്ന് സോബി ജോർജിന്റെ വാദം. ബാലഭാസ്കർ കേസിൽ സാക്ഷി പറഞ്ഞത് മുതൽ തന്നെ വേട്ടയാടുകയാണ്. ഇതിലൊന്നും പേടിക്കില്ലെന്നും ബാലഭാസ്കർ കേസിൽ പോരാട്ടം തുടരുമെന്നും സോബി വ്യക്തമാക്കുന്നു. ഒരാളും സാക്ഷി പറയാൻ പോരുത്. ബാലഭാസ്കർ കേസിൽ സാക്ഷി പറഞ്ഞ അന്ന് തൊട്ട് തുടങ്ങിയ ഈ കോടതിയേറ്റവും ഈ ജയിലും ഇതൊന്നും കണ്ടിട്ട് സോബി പേടിച്ച് ബാലഭാസ്കർ കേസിൽ നിന്ന് പിന്മാറുന്ന ആരും വിചാരിക്കേണ്ട കേട്ടോ. നിങ്ങൾക്ക് എഴുതാവുന്നതാരും നിങ്ങൾ എഴുതിക്കോ, കുഴപ്പമില്ല. നമ്മള് ബാലഭാസ്കർ കേസിൽ സാക്ഷി പറഞ്ഞ അന്ന് തുടങ്ങിയതായി ദുരിതം കേട്ടോ. ഇത് കണ്ടിട്ടൊന്നും ഞാൻ പേടിക്കുന്നത് ഓർക്കണ്ട. നിങ്ങൾക്ക് സൗകര്യമുള്ളത് നിങ്ങൾ എഴുതിക്കോ. ഞാൻ കണ്ട് സത്യമുള്ള ബാലഭാസ്കർ കേസ് തെളിയിച്ചിട്ട് ഞാൻ ലോകത്തുനിന്ന് പോകുള്ളൂ. ഇന്ന് അറസ്റ്റ് ചെയ്താലും 2022 ചെക്ക് കേസിനാണ്. വെറുതെ നിങ്ങൾ എഴുതിക്കോ, എനിക്കൊന്നും കുഴപ്പമില്ല. അല്ലെന്ന് എത്ര കേസ് നിങ്ങൾ നോക്കാം. നിങ്ങൾ ആരെ പറഞ്ഞേ അല്ലെന്ന് ആരെ പറഞ്ഞത്? അങ്ങനെയായിട്ട് 4 മാസം ജയിലിൽ കിടന്ന് ഇറങ്ങി പോകുന്ന അപ്പൊ ഈ വാറണ്ടൊക്കെ അന്നേരം നടക്കണ്ടേ? നിങ്ങൾ ചുമ്മാ കഥ പറഞ്ഞേ കുറച്ച് എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതിനകത്ത് കാര്യങ്ങൾ. പക്ഷെ ബാലഭാസ്കർ കേസിൽ അവസാനം ഞാൻ ജയിക്കും. ഇതൊന്നും കാണിച്ച് നിങ്ങൾ പേടിപ്പിക്കണ്ട. വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, ഈ സോബി ജോർജ് ഇതിനു മുൻപും പല കേസുകളിലും പല ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുള്ള ഒരു കക്ഷിയാണ്. അതിനിടെയാണ് ഈ ബാലഭാസ്കർ കേസിൽ സാക്ഷി പറഞ്ഞു എന്ന പേരിൽ ഇപ്പോൾ ഒരു പുതിയ ഇരവാദം മുഴക്കിക്കൊണ്ട് രംഗത്തെത്തി. പക്ഷെ ഇത് 1-10 ആളുകളല്ല, നിരവധി ആളുകൾ ഇയാൾ കബളിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അമേരിക്കയിൽ സൂപ്പർ മാർക്കറ്റിൽ വരെയും ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്തു എന്നാണ് സോബി ജോർജിനെതിരായിട്ടുള്ള പരാതികൾ. ഇത് എത്ര പേരാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്? പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഏകദേശം 150ഓളം കേസുകളുണ്ട് കേരളത്തിൽ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുണ്ട് ഇദ്ദേഹം നടത്തിയ തട്ടിപ്പുകളുടെ ലിസ്റ്റ്. 150ഓളം പരാതികളാണ് ഇതിനോടകം തന്നെ പോലീസിന് ലഭിച്ചത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടതിക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനോടകം തന്നെ ഇയാൾ വലിയൊരു തട്ടിപ്പ് നടത്തിയ വ്യക്തിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇയാളുടെ അറസ്റ്റിലടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. 150ഓളം കേസുകൾ, വിസ തട്ടിപ്പ്, സാമ്പത്തിക തട്ടിപ്പ്, ജോലി വാഗ്ദാനം ഉൾപ്പെടെയുള്ള നിരവധി പരാതികളാണ് ഇയാൾക്കെതിരെ പോലീസിന് കേസ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഊന്നുകൽ പോലീസാണ് ഇപ്പോൾ ഈ ഒരു പരാതിയെ തുടർന്ന് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കോടതി ഉത്തരവിട്ടിരുന്നു ഈ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അയാളുടെ ബസ് ജപ്തി ചെയ്യുന്നതിന് വേണ്ടി. പോലീസ് എത്തിയപ്പോൾ ബസ്സിന്റെ ടയറല്ല ഊരി മാറ്റിയിരുന്നു. പിന്നീട് ക്രെയിൻ ഉപയോഗിച്ചാണ് പോലീസ് ആ ബസ് ജപ്തി ചെയ്ത് കൊണ്ടുപോയത്. അങ്ങനെ വളരെ ക്രിമിനൽ, അതായത് ഇങ്ങനെ തുടരെ തട്ടിപ്പുകൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് സോബി. പക്ഷെ അയാൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പറഞ്ഞത് ഈ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് താൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. താൻ അതിൽ പ്രധാനപ്പെട്ട സാക്ഷിയാണ്. അന്ന് മുതൽ തന്നെ വേട്ടയാടാൻ തുടങ്ങിയതാണ്. മറുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തനിക്കെതിരെ ഈ വന്നിരിക്കുന്ന പരാതികളെല്ലാം വ്യാജമാണ് എന്നൊരു ഇരവാദമാണ് ഇന്ന് സോബി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 20 വർഷമായി തട്ടിപ്പ് നടത്തുകയാണ് പ്രതി എന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് സോബിയുടെ ബസ് ജപ്തി ചെയ്യുന്നതിന് വേണ്ടി വന്നപ്പോഴായിരുന്നു അങ്ങനെ നാടകീയമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത്. 2013 അമേരിക്കയിലെ സൂപ്പർ മാർക്കറ്റിൽ മകന് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് കൂനമാവ് സ്വദേശിയായ TV സെബാസ്റ്റ്യന്റെ കയ്യിൽ നിന്നും 2.5 ലക്ഷം രൂപ തട്ടിയെന്നായിരുന്നു കേസ്. പിന്നീട് അത് 2018 കോതമംഗലം മുൻസിഫ് കോടതി 2,80,00,000 രൂപ ഈടാക്കാൻ ഉത്തരവിട്ടു. പക്ഷേ ഇത് നടപ്പായില്ല. പിന്നീടാണ് 2025 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ മുൻസിഫ് കോടതി ബസ് ജപ്തി ചെയ്യുക, പിന്നീട് അതിന്റെ പലിശ അടക്കം 5 കോടി രൂപ ഈടാക്കാനും ആവശ്യപ്പെട്ടിരുന്നത്. പിന്നീട് 2013 ജോലി തട്ടിപ്പ് കേസിൽ സോബിക്ക് 3 വർഷം തടവ് ശിക്ഷയും കോടതി അന്ന് വിധിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ജയിലിലൊക്കെ കിടന്നതിന് ശേഷമാണ് പുറത്തിറങ്ങി വീണ്ടും ഈ തട്ടിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അങ്ങനെ ആ തട്ടിപ്പിനൊടുവിലാണ് വീണ്ടും പിടിയിലാകുന്നത്. 150ഓളം കേസുകളാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായിട്ടുള്ളത്. പക്ഷേ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ സോബി മാധ്യമങ്ങളോടായി പറഞ്ഞത് തനിക്കെതിരെ നടക്കുന്നത് വ്യാജ പരാതികളാണ്, തന്നെ ക്രൂശിക്കുകയാണ് അല്ലെങ്കിൽ വേട്ടയാടുകയാണ് എന്നൊരു ഇരവാദമാണ് ഇന്ന് സോബിയുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത്. നവമി, അതായത് കൃത്യമായ ആസൂത്രിതമായി നടത്തിയ തട്ടിപ്പാണ്. ഈ കേസിൽ ഈ സോബി ജോർജ് മാത്രമാണോ പ്രതി? കൂടുതൽ പേർക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ടോ?
ടോം, എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുന്നതേ ഉള്ളൂ. നിലവിൽ സോബിയെ മാത്രമാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. സോബിക്ക് മാത്രമാണ് ഈ കേസിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവുകളുള്ളത്. സോബിക്കെതിരെയാണ് തെളിവുകളുള്ളത്. അതോടൊപ്പം തന്നെ സോബിയാണ് ഇതിൽ തട്ടിപ്പ് നടത്തിയതെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കൂടുതൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊഴിയെടുപ്പുകളും സോബിയെ തന്നെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിൽ നിന്നൊക്കെ മാത്രമേ ഇതിൽ കൂടുതൽ മറ്റാരെങ്കിലും ഈ തട്ടിപ്പിൽ പങ്കുണ്ടോ, സോബിക്ക് സഹായം ചെയ്യാൻ മറ്റാരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നതിൽ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. എന്തായാലും കോടതിയിൽ ഹാജരാക്കിയ സോബിയെ എന്തായാലും കേസ് പരിഗണിക്കുന്ന സാഹചര്യമാണ്. റിമാൻഡിൽ പോകാനുള്ള ഒരു സാധ്യതയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പണത്തെക്കുറിച്ചൊക്കെ വിശദമായി അറിയേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളായിരിക്കും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഇനി നടക്കുക. നവമി, അതായത് നമ്മുടെ നിയമവ്യവസ്ഥകളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ സോബി ജോർജ് പല ക്രിമിനൽ പ്രവർത്തനങ്ങളും നടത്തിയത്. 2013 US സൂപ്പർ മാർക്കറ്റിൽ മകന് ജോലി വാഗ്ദാനം ചെയ്ത് കൂനമാവ് സ്വദേശിയിൽ നിന്നും 2.5 ലക്ഷം രൂപ തട്ടിയെടുത്തത്. പിന്നീട് ഇദ്ദേഹം പോലീസിൽ പരാതിപ്പെട്ടു, കോടതിയിൽ പോയി. അങ്ങനെ കോതമംഗലം കോടതി ഈ 2,80,000 രൂപ ഇവർക്ക് നൽകാൻ, ഈ പരാതിക്കാരന് നൽകാൻ ഉത്തരവിടുന്നു. എന്നാൽ ആ ഉത്തരവിനെ പോലും, കോടതിയുടെ നിർദ്ദേശത്തെ പോലും ഗൗനിക്കാതെ ഇയാൾ പോലീസിനെയും നിയമ സംവിധാനങ്ങളെയും കബളിപ്പിച്ച് മുങ്ങി നടക്കുന്നു. മാത്രമല്ല, നവമി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസ് ജപ്തി ചെയ്യാനെത്തിയപ്പോൾ ബസ്സിൻ്റെ ടയർ ഊരി മാറ്റുന്നു. പക്ഷെ പോലീസ് പിന്നോട്ട് പോയില്ല. പോലീസ് ക്രെയിൻ ഉപയോഗിച്ച് അപ്പോൾ ആ ബസ് കസ്റ്റഡിയിലെടുക്കുന്നു. ഒടുവിൽ സോബി ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നു. ആരാണ് ഇയാൾക്ക് ഇങ്ങനെ ഈ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അധികാരം നൽകുന്നതൊരു ചോദ്യമാണുള്ളത്. ഇതുപോലുള്ള നമ്മുടെ നിയമവ്യവസ്ഥയെ ഒരു രീതിയിലും മാനിക്കാത്ത നിയമവ്യവസ്ഥകളെ അട്ടിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സോബി ജോർജിനെതിരെ ശക്തമായ നടപടി വേണ്ടതല്ലേ? എന്തായാലും സോബിക്കെതിരെ നിലവിൽ നൽകിയിരിക്കുന്ന പരാതികളെല്ലാം കൃത്യമായി പോലീസിന്റെ ഭാഗത്ത് നിന്ന് തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും കൃത്യമായിട്ടുള്ള തെളിവുകൾ, ഈ പണം പറ്റിയതിന്റെ അടക്കം ബാങ്ക് വിവരങ്ങളും ഈ പോലീസ് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഈ പരാതിക്കാർ കൈമാറിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ സോബിക്കെതിരെ കടുത്ത വകുപ്പുകൾ ചുമത്തി തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. കാരണം 150ഓളം കേസുകളുണ്ട് എന്ന് പറയുമ്പോൾ അത് ചെറുതായിട്ടുള്ള കാര്യമല്ല, വലിയ തട്ടിപ്പ് തന്നെയാണ്. ജോലി വാഗ്ദാനം ചെയ്ത് വിസ തട്ടിപ്പ്, അതോടൊപ്പം തന്നെ സാമ്പത്തിക തട്ടിപ്പ്, അങ്ങനെ വലിയ തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു തവണ മാത്രമാണ് ഇതിൽ പിടികൂടി 3 വർഷം അയാൾക്ക് തടവ് ശിക്ഷ വിധിച്ചത്. പിന്നീട് പുറത്തിറങ്ങിയ ശേഷം വീണ്ടും ഈ തട്ടിപ്പ് ആവർത്തിക്കുന്ന സാഹചര്യമാണ്. എന്തായാലും അന്വേഷണ സംഘം കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് സോബിക്കെതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നലെയാണ് കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത് ഇന്ന് രാവിലെയോട് കൂടിയാണ് എറണാകുളത്തെ കോടതിയിലേക്ക് ഹാജരാക്കാൻ എത്തിയത്. അപ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള പ്രതികരണം വന്നിരിക്കുന്നത്. ഒരു ഇരവാദം, അതായത് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് താൻ പ്രധാനപ്പെട്ട ഒരു സാക്ഷിയാണ്, അന്ന് മുതൽ തന്നെ വേട്ടയാടാൻ തുടങ്ങിയതാണെങ്കിൽ അന്ന് മുതലുള്ള കേസുകളാണ്, താൻ ജയിലിൽ പോയ സമയത്തൊന്നും ഈ കേസുകളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഇതിന്റെ അന്വേഷണമൊക്കെ നടത്താമായിരുന്നില്ല എന്ന ഒരു അഭിപ്രായമാണ് സോബി പറയുന്നത്. പക്ഷെ പോലീസ് പറയുന്നത് കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്, സ്ഥിരം ഒരു തട്ടിപ്പ് നടത്തുന്ന വ്യക്തിയാണ് സോബി എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.